നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ ലേണിംഗ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ യൂണിറ്റ് 2 പേപ്പർ ബോർഡ്സിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ക്ലാസ്സും. ആക്ടിവിറ്റി 9, റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. അന്ന bent a little and launched a paper boat. A fat boy pounced on one of her boats. അന്ന എന്ത് ചെയ്തു? സ്ട്രീമിൻ്റെ അടുത്ത് നിന്ന് കുറച്ചൊന്ന് കുനിഞ്ഞിരുന്ന് എന്ത് ചെയ്തു? അവളുടെ ബോട്ട്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴുക്കി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, അന്ന bent a little and launched her paper boat. അന്ന എന്ത് ചെയ്യാണ്? അവളുടെ പേപ്പർ ബോട്ടാണ്. ആ ബോട്ട് എന്ന് പറഞ്ഞ ഒരു വേർഡ് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ബോൾഡ് ആക്കി എഴുതിയിട്ടുണ്ട് ഇല്ലേ? കുറച്ച് കറുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എ ഫാറ്റ് ബോയ് പൗണ്ട്സ് വൺ ഓഫ് ഹർ ബോട്ട്സ്. ഒരു ഫാറ്റ് ബോയ് വന്ന് എന്ത് ചെയ്തു? അവളുടെ ബോട്ടുകളിൽ ഒന്ന് മുക്കി. ബോട്ടുകളിൽ, അപ്പം ഒന്നിലധികം വന്നു ഇല്ലേ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? ബോട്ട്സ് എന്ന് വന്നിരിക്കുന്നത്. ബോട്ട് എന്ന് പറയുമ്പോൾ ഒന്ന്, ബോട്ട്സ് എന്ന് പറയുമ്പോഴോ ഒന്നിൽ കൂടുതൽ. അടുത്ത് നോക്കിയേ, ദി സ്റ്റോറി പേപ്പർ ബോട്ട്സ് ഇസ് എ ഫെയറി ടെയിൽ. ഇപ്പൊ എന്താണ് പേപ്പർ ബോട്ട് എന്ന് പറഞ്ഞ പാഠം? എന്താണ്? ഒരു ഫെയറി ടെയിൽ ആണ്. അവിടെ ഫെയറി ഒന്ന് എന്ന് മാത്രമാണ് കാണിക്കുന്നത്. ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ് ആർ സെയിലിംഗ് ഇൻ ദ ബോട്ട്സ്. അപ്പൊ എന്താണ് ഇവിടെ നോക്കിയേ? ഫെയറീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നിനെ കാണിക്കാൻ ഫെയറിയും ഒന്നിലധികം കാണിക്കാൻ എന്താണ്? ഫെയറീസ് എന്ന് പറഞ്ഞു. ഇതുപോലെ നമുക്ക് കാറ്റ്, പൂച്ച. ഒരു പൂച്ച ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കാറ്റ്. ഒന്നിലധികം പൂച്ചകൾ ഉണ്ടെങ്കിലോ കാറ്റ്സ് അല്ലേ? പിന്നെ എന്താണ്? ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ചൈൽഡ്. ഒന്നിലധികം കുട്ടികൾ ഉണ്ടെങ്കിലോ നമ്മൾ അതിനെ ചൈൽഡ്സ് എന്ന് പറയൂ? ഇല്ല, നമ്മൾ എന്താ പറയുള്ളൂ? ചിൽഡ്രൻ എന്നേ പറയുള്ളൂ. ഒരു ആൺകുട്ടിയാണെങ്കിൽ ബോയ്, ഒന്നിലധികം ഉണ്ടെങ്കിലോ ബോയ്സ്. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഗേൾ, ഒന്നിലധികം ഉണ്ടെങ്കിലോ ഗേൾസ്. അപ്പോ ഇതുപോലെ നോക്കൂ, കുറച്ച് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വേർഡ്സിന്റെ പ്ലൂറൽ നമ്മൾ എഴുതണം. അതായത് ഒന്നിലധികമുള്ള ഫോം നമ്മൾ ഇവിടെ എഴുതണം. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ ഏത് സെന്റൻസ് ആഡ് ചെയ്തപ്പോഴാണ് അത് പ്ലൂറൽ ആയതെന്നും കൂടി എഴുതണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ വേണ്ട നോക്കിയേ നിങ്ങൾ. ബോട്ട് എന്ന് പറഞ്ഞു. അവിടെ എന്ത്? ബോട്ട്. വേറെ അക്ഷരങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അത് ഒരു ബോട്ടിനെ കാണിക്കാനാണ് നമ്മൾ ബോട്ട് എന്ന് എഴുതിയത്. ഒന്നിലധികം ഉണ്ടെങ്കിലോ നമ്മൾ എന്താ എഴുതുക? ബോട്ട്സ് എന്നാണ് എഴുതുക. അപ്പൊ ഇവിടെ ഒരു മാറ്റം വന്നു. അവിടെ ഒരു അക്ഷരം എക്സ്ട്രാ വന്നു ഇല്ലേ? ഏതാണ് വന്ന അക്ഷരം? യെസ്. യെസ് ആണ് അവിടെ വന്നത്. അപ്പം എസ് ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു? പ്ലൂറൽ ഫോം വന്നു. ഒന്നിലധികം എന്നുള്ളൊരു അർത്ഥം വന്നു. അപ്പൊ യെസ് ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്ത ലെറ്റർ. അതാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. ആദ്യത്തെ വാക്ക് ട്രീ, മരം. മരങ്ങൾ എന്ന് പറയുമ്പോഴോ ട്രീസ്. നമ്മൾ ഏത് അക്ഷരമാണ് അവിടെ ആഡ് ചെയ്തത്? യെസ്. പാരന്റ്, രക്ഷിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാവ്. രക്ഷിതാവ് പാരന്റ്. രക്ഷിതാക്കൾ എന്ന് പറയുമ്പോഴോ പാരന്റ്സ്. അവിടെ നമ്മൾ ഏത് അക്ഷരമാണ് ആഡ് ചെയ്തത്? യെസ്. ചൈൽഡ്, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? കുട്ടി. ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിലോ ചൈൽഡ്സ് എന്ന് പറയുമോ? ഇല്ല, ചിൽഡ്രൻ. ചിൽഡ്രൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് ആഡ് ചെയ്തു? REN. കണ്ടോ? അടുത്തത് ബോയ്, ആൺകുട്ടി. ആൺകുട്ടികൾ എന്ന് പറയണമെങ്കിലോ ബോയ്സ്. അവിടെ നമ്മൾ എസ് ആണ് ആഡ് ചെയ്തത്. സ്കൈ, സ്കൈ ആകാശം. കുറെ ഉണ്ടെങ്കിൽ ആകാശം, കുറെ അധികം ആകാശം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എന്താ പറയും? സ്കൈസ്. അവിടെ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ ആഡ് ചെയ്തത്? IES. ഫ്ലവർ, പൂവ്. പൂക്കൾ, ഒരുപാട് പൂവ് എന്നുള്ള അർത്ഥം വരുമ്പോൾ എന്താ? പൂക്കൾ. അപ്പൊ നമ്മൾ അവിടെ എന്താ ആഡ് ചെയ്തത്? എസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഐ, കണ്ണ്. കണ്ണുകൾ എന്ന് പറയുമ്പോഴോ ഐസ്. അവിടെ നമ്മൾ എസ് ആണ് ആഡ് ചെയ്തത്. സ്റ്റോറി, കഥ. കഥകൾ എന്ന് പറയുമ്പോഴോ സ്റ്റോറീസ്. അവിടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു? IES. ബട്ടർഫ്ലൈ, പൂമ്പാറ്റ. പൂമ്പാറ്റകൾ എന്ന് പറയുമ്പോഴോ ബട്ടർഫ്ലൈസ്. അവിടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തത്? IES. അവിടെ വൈ അങ്ങ് മാറ്റി അല്ലേ? ബട്ടർഫ്ലൈയുടെ വൈ അങ്ങ് മാറ്റി അവിടെ IES നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? ബട്ടർഫ്ലൈയുടെ പ്ലൂറൽ ഫോം കിട്ടി. ഇതുപോലെ ഒരുപാട് വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്ലൂറൽ ഫോംസ് കണ്ടെത്തി എഴുതാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എന്താണ്? ഗേൾ. അപ്പൊ നമുക്ക് ഒന്നിലധികം പെൺകുട്ടികളെന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ? ഗേൾസ്. കാറ്റ്, കാറ്റ്സ്. പിന്നെന്താണ്? സ്വീറ്റ്, സ്വീറ്റ്സ്. അങ്ങനെ നമുക്ക് എന്താ? ഒരുപാട് പദങ്ങൾ ഇങ്ങനെ കണ്ടെത്തി അതിന്റെ പ്ലൂറൽ ഫോംസ് എഴുതാവുന്നതാണ്. അടുത്ത നോക്കൂ, ഒരു പ്രോജക്റ്റ് വർക്ക് ആണ്. സിമ്പിൾ ആണ്, നമുക്കൊന്ന് നോക്കാം. ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ ആൻഡ് റീഡ് ദി സെന്റൻസസ് ഗിവൺ അലോങ് വിത്ത് ദം. 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ഓരോ സെന്റൻസസ് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ നിങ്ങൾ നോക്കൂ, ഒരു കുട്ടി TV കാണുകയാണ്. എ ബോയ് ഈസ് വാച്ചിങ് ദി TV അല്ലേ? TV കാണുകയാണ്, TV കാണുന്നു. അടുത്തത് ഒരു കുട്ടി കതവിന്റെയോ ജനലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നതാണ് അല്ലേ? എ ബോയ് ഈസ് പീപ്പിംഗ് ത്രൂ ദ വിൻഡോ. അതിനുള്ളിലൂടെ നോക്കുന്നു അല്ലേ? ഒളിഞ്ഞു നോക്കാണ്.
എ ബോയ് ഈസ് പീപ്പിംഗ് ത്രൂ ദ വിൻഡോ, കാണുന്നു, ഒളിഞ്ഞു നോക്കുന്നു. അടുത്ത എന്താണ്? എ ഗേൾ സ്റ്റെയറിങ് അറ്റ് ദ ബോയ്, ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ എന്താണ് ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നില്ലേ, സ്റ്റെയറിങ്, രൂക്ഷമായിട്ട് നോക്കാന്ന്. അടുത്ത 4, എ ഗേൾ ഇസ് ഗേസിങ് അറ്റ് ദ താജ്മഹൽ. അപ്പൊ നമ്മൾ എന്താണ് അത്ഭുതം കൊണ്ട് നമ്മളിങ്ങനെ കണ്ണുകൾ വിടർന്ന് നോക്കത്തില്ലേ താജ്മഹലൊക്കെ കാണുമ്പോൾ, അതുപോലെ ഒരു കുട്ടി എന്താണ് താജ്മഹൽ കണ്ട് അതെന്താണ് ഗേൾ ഇസ് ഗേസിങ് അറ്റ് ദ താജ്മഹൽ, അങ്ങനെ അത്ഭുതപൂർവ്വം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ 4 ചിത്രങ്ങളിലും നോക്കുന്നു, കാണുന്നു എന്നുള്ള വാക്കുകൾ തന്നെ മാറ്റി മറിച്ചും പല രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്, പക്ഷേ അതിനെ പല രീതിയിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. Many words are used to denote different ways of looking at the thing or a person. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സാധനത്തെയോ നമ്മൾ നോക്കുന്ന വിധത്തെ പല തരത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Some words are given in the box. Select the right words and complete the word verb. ഇവിടെ നോക്കൂ, കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണുന്നു, നോക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ, വിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം എടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഈ കണ്ണിന്റെ നേർക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഐ ഓൾറെഡി ഫീൽഡ് ഇറ്റ്. നമുക്ക് നോക്കാം എങ്കിലും. ഇൻസ്പെക്ട്, വ്യൂ, സീ, ലുക്ക്, സ്കാൻ, ഒബ്സർവ്, ഐ, വാച്ച്, ഇതെല്ലാം എന്താണ് നമ്മുടെ കാഴ്ചയുമായി വിഷനുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. നമ്മൾ നോക്കുന്നതുമായി ബന്ധപ്പെട്ട നോക്കുന്നു, സ്കാൻ ചെയ്യുന്നു, നമ്മൾ സൂക്ഷ്മമായി നോക്കുന്നു, ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നു. പിന്നെന്താണ് വ്യൂ, ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. പിന്നെന്താണ് വാച്ച് ചെയ്യുന്നു, കാണുന്നു. അങ്ങനെ എന്താണ് നമ്മൾ ഈ കാഴ്ചയെ തന്നെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിച്ച് എഴുതാനായിട്ട് സാധിക്കും. നോക്കൂ, ഫ്രെയിം സെന്റൻസസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലുക്ക്, സീ, സ്റ്റേ, വാച്ച്, ഗേസ്, സ്പീക്ക്. ഈ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ സെന്റൻസസ് ഉണ്ടാക്കണം. നേരത്തെ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കണ്ട കാര്യങ്ങൾ പോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഈ വാക്കുകൾ ഉപയോഗിച്ച് സെന്റൻസസ് മേക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ, ദ ബോയ് ലുക്സ് അറ്റ് മീ വെരി സാഡ്ലി. അവൻ എന്നെ എന്ത് ചെയ്തു, വളരെ സങ്കടത്തോടു കൂടി നോക്കി. ലുക്സ് അറ്റ് മീ, ലുക്ക്, അത് കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. ഐ വോണ്ട് ടു സീ ദ മൂവി അഗെയിൻ. എനിക്ക് ആ മൂവി ഒന്നുകൂടി കാണണം. അവിടെ എന്ത് വന്നു, സീ എന്നുള്ള വാക്ക് വന്നു. അതും എന്താണ് നമ്മുടെ വിഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ്. ഇവിടെ ലുക്ക് വന്നു, ഇവിടെ സീ വന്നു, ദെൻ ദേ സ്റ്റെയർ അറ്റ് മീ ഫോർ എ സെക്കൻഡ്. അവരെന്നെ എന്താണ് രൂക്ഷമായിട്ടൊന്ന് നോക്കി കുറച്ച് നേരത്തേക്ക്, ഒരു സെക്കൻഡ് അവരെന്നെ എന്ത് ചെയ്തു, ഒന്ന് നോക്കി പേടിപ്പിച്ചു. അത് നമ്മുടെ വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ് സ്റ്റെയർ. വി വാച്ച് ദി ഗെയിം അറ്റ് നൈറ്റ്. ഞങ്ങൾ എന്താ ആ ഗെയിം എന്ത് ചെയ്തു, രാത്രി കാണും, രാത്രി കണ്ടു. അപ്പോൾ എന്താണ് വാച്ച് എന്നുള്ളത് എന്താണ്, കൈ കിട്ടുന്ന വാച്ചാണോ? അല്ല, അത് നമ്മുടെ വിഷ്ണുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ്. അസിൻ ആൻഡ് ശിവ ഗെയ്സ് അറ്റ് ഈച്ച് അതർ. അവരെന്താണ് പരസ്പരം ഇങ്ങനെ നോക്കി. ഗെയ്സ് എന്നുള്ളത് എന്താണ് നമ്മളെ വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡ് തന്നെയാണ്. അപ്പം നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വേർഡ്സ് നമുക്ക് ഇങ്ങനെ എന്താണ് പല സന്ദർഭത്തിൽ പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ് മൈ വേർഡ്സ്, ഇവിടെ എന്താണ് ഒരു ബോട്ട്, നമ്മുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പിക്ക് തന്നെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഒരു ബോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബോട്ടിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇവിടെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷഫിൾ ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറേ വേർഡ്സ്. അന്ന ഡൈവ് ദ വാട്ടർ, ദ ബോയ് ജംപ്, ദ ഹൗസ് ഗോട്ട് ഇൻടു ദ സ്ട്രീം. ഈ വേർഡ്സ് നമ്മൾ ഇതിപ്പോ എന്താണ് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതിന് ഒരു അർത്ഥമായിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ. ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണോ ഇത്? അല്ല. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസസ് മേക്ക് ചെയ്യണം. ഒരു 3 എണ്ണം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കണം. അന്ന ഗോട്ട് ഇൻ ടു ദ ഹൗസ്. ഇവിടെ നോക്കേ, ഇവിടെ നമ്മുടെ അന്നെ ഞാൻ എടുത്തു, കണ്ടോ? ഇവിടെ ഞാൻ അന്നെ എടുത്തു, പിന്നെ ഗോട്ട് എടുത്തു, ഇൻഡു എടുത്തു, ദ ഹൗസ് എടുത്തു. ഈ 4 വാക്കുകൾ ഒരുമിച്ച് ചേർത്താണ് ഈ ഒരു സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ന ഗോട്ട് ഇൻ ടു ദ ഹൗസ്. അന്നെ എന്ത് ചെയ്തു, വീട്ടിനുള്ളിലേക്ക് പോയി. ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദി വാട്ടർ. അടുത്ത ഞാൻ എന്ത് ചെയ്തു, ബോയ് എന്നുള്ള ഈ ഒരു വാക്ക് എടുത്തു, ജംപ്ഡ് എന്നുള്ള ഈ ഒരു വാക്ക് എടുത്തു, പിന്നെ എന്ത് ചെയ്തു, ഇൻഡു എന്നുള്ള വാക്ക് എടുത്തു, ദ വാട്ടർ എന്നുള്ള വാക്ക് എടുത്തു. അപ്പോൾ ഒരു മീനിങ് ഫുൾ സെന്റൻസ് കിട്ടി. ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദി വാട്ടർ. ആൺകുട്ടി എന്ത് ചെയ്തു, അവൻ എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ദെൻ അന്ന ഡൈവ്ഡ് ഇൻ ടു ദി വാട്ടർ. അന്ന എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് ഒന്ന് മുങ്ങി. അന്ന ഡൈവ്ഡ് ഇൻ ടു ദി വാട്ടർ. അന്ന വെള്ളത്തിൽ മുങ്ങി. അങ്ങനെ ഇതിൽ നിന്നും ബാക്കി എന്താണ് വേറെ വാക്കുകൾ എടുത്ത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചെയ്യാം. എന്താണ്, ദ ബോയ് ഗോട്ട് ഇൻ ടു ദി ഹൗസ് എന്ന് എഴുതാം, ദ ബോയ് ഡൈവ്ഡ് ഇൻ ടു ദി വാട്ടർ എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഇതിനെ മാറ്റിയും തിരിച്ചു വിട്ട് കുറച്ചും കൂടി അധികം സെന്റൻസുകൾ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫൈനലി വി ഹാവ് എ പോം. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. Here is a poem in which we see a boy making paper boats to float down the stream. Read and enjoy the poem. അപ്പോൾ എന്താണ് ഈ ഒരു പോം നമുക്ക് വായിച്ച് ആസ്വദിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്.
ഇത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? രബീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തിന്റെ ഒരു പോമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. പേപ്പർ ബോട്ട്. ഒരു കുട്ടി എന്ത് ചെയ്യാണ്? പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി ഒഴുക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. ഡേ ബൈ ഡേ ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ് വൺ ബൈ വൺ down the running stream. In big black letters, I write my name on them and the name of the village where I live. എന്താണ്? Day by day, ദിവസം തോറും I float my paper boats one by one down the running stream. ദിവസം തോറും ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യും? പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പുഴയിൽ കൊണ്ടുപോയി, സ്ട്രീമിൽ കൊണ്ടുപോയി, അരുവിയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യും? ഞാൻ ഒഴുക്കി വിടും. ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ് എന്ത് ചെയ്യും ഞാൻ? ഐ റൈറ്റ് മൈ നെയിം ഓൺ ഇറ്റ്. വലിയ കറുത്ത അക്ഷരങ്ങളിൽ ഞാൻ എൻ്റെ പേര് അതിൽ എഴുതും. പേര് മാത്രമാണോ? അല്ല. ആൻഡ് ദി നെയിം ഓഫ് ദി വില്ലേജ് വേർ ഐ ലിവ്. ഞാൻ എവിടെയാണോ താമസിക്കുന്നത് ആ വില്ലേജിന്റെ പേരും ഞാൻ ആ ബോട്ടിൽ എഴുതും. ഐ ഹോപ്പ് ദാറ്റ് someone in some strange land will find them and know who I am. എന്താണ്? ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ? എവിടെയെങ്കിലും എന്താണ്? ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ആള് ഈ ബോട്ട് കാണുകയും എന്താണ്? എന്നെ തിരിച്ചറിയുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ലോഡ് മൈ ലിറ്റിൽ ബോട്ട് വിത്ത് ഷ്യൂലി ഫ്ലവർ ഫ്രം അവർ ഗാർഡൻ ആൻഡ് ഹോപ്പ് ദാറ്റ് ദിസ് ബ്ലൂംസ് ഓഫ് ദ ഡോൺ വിൽ ബി ക്യാരിഡ് സേഫ്ലി ടു ലാൻഡ് ഇൻ ദ നൈറ്റ്. അപ്പൊ എന്താണ്? ഞാൻ എൻ്റെ പൂന്തോട്ടത്തിലുള്ള കുറച്ച് ഷ്യൂലി ഫ്ലവേഴ്സ്, പവിഴമല്ലി പൂക്കൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഈ ബോട്ടിൽ നിറയ്ക്കും. എന്നിട്ട് ഈ പൂക്കളുടെ മണം എന്ത് ചെയ്യും? ഒഴുകി ഒഴുകി ഈ ബോട്ട് പോകുന്നിടത്തെല്ലാം പരത്തി രാത്രി വരെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ലോഞ്ച് മൈ പേപ്പർ ബോട്ട്സ് ആൻഡ് ടുക്ക് അപ്പ് ഇൻ ടു ദ സ്കൈ ആൻഡ് സീ ദ ലിറ്റിൽ ക്ലൗഡ് സെറ്റിംഗ് ദ വൈറ്റ് ബൾജിങ് സെയിൽസ്. അപ്പൊ എന്താ? ഞാൻ ഈ പേപ്പർ ബോട്ട് ഒഴുക്കി വിട്ടിട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോഴെന്താണ്? അവിടെയും ഒരു ബോട്ട് പോലെ എന്താണ്? ക്ലൗഡ്സ്, ഒരു ബോട്ടിനെ ഒഴുക്കി വിടാൻ തയ്യാറായി ക്ലൗഡ്സ് ഇങ്ങനെ, മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു മേഘത്തിന് എന്ത് ഒരു രൂപമായിട്ടാണ് അവൻ കാണുന്നത്? ഒരു പേപ്പർ ബോട്ടിന്റെ രൂപമായിട്ടാണ് അവൻ കാണുന്നത്. I know not what playmate of mine in the sky sends them down the air to race with my boat. എനിക്കറിയില്ല എൻ്റെ ഈ ബോട്ടുമായിട്ട് മത്സരിക്കാൻ ആകാശത്ത് നിന്ന് ആരാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അവൻ എന്താണ് തോന്നുന്നത്? ആകാശത്ത് ഒരു പേപ്പർ ബോട്ട്, മേഘങ്ങൾ ഒരു പേപ്പർ ബോട്ടായിട്ട് രൂപം പ്രാപിച്ചതായിട്ട് അവന് തോന്നുന്നു. അവൻ്റെ ബോട്ടുമായിട്ട് മത്സരിക്കാൻ ആകാശം അതിനെ വിടുകയാണെന്നാണ് അവൻ കരുതുന്നത്. When night comes, I bury my face in my arms and dream that my paper boats float and on under the midnight stars. രാത്രിയായപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ കൈകൾക്കുള്ളിൽ എൻ്റെ തലയിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ എന്ത് ചെയ്യുകയാണ്? സ്വപ്നം കാണുകയാണ്. എന്താണ്? എൻ്റെ പേപ്പർ ബോട്ട്സ് മിഡ് നൈറ്റ് സ്റ്റാർസ്, രാത്രിയിൽ നക്ഷത്രങ്ങളോടൊപ്പം എന്ത് ചെയ്യാണ്? മത്സരിച്ച് ഇങ്ങനെ ഒഴുകുകയാണെന്ന് ഞാൻ എന്ത് ചെയ്യാണ്? രാത്രിയിലിരുന്ന് സ്വപ്നം കാണുകയാണ്. The fairies of sleeps are sailing in them and the lading is their basket full of dreams. അപ്പൊ എന്താണ്? നമ്മുടെ ഫെയറീസ് ഓഫ് സ്ലീപ്പ്, ഉറക്കം എന്താണ്? മാലാഖമാർ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ബോട്ടിനെ ഇങ്ങനെ കൊണ്ടുപോകുമെന്നും അവരുടെ ബാസ്ക്കറ്റിൽ നിറയെ എന്താണ്? സ്വപ്നങ്ങളാണെന്നും ഞാൻ എന്ത് ചെയ്യുന്നു? സ്വപ്നം കാണുന്നു. ഇതെല്ലാം ഇവന്റെ സ്വപ്നങ്ങളാണ്, ഇതെല്ലാം ഇവന്റെ പ്രതീക്ഷകളാണ്. എന്ത് ചെയ്യുകയാണ്? എൻ്റെ പേപ്പർ ബോട്ട് ഞാൻ എന്നും ഒഴുക്കി വിടും. ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ്, വലിയ അക്ഷരങ്ങളിൽ ഞാൻ എൻ്റെ പേര് എഴുതും. പേര് മാത്രമാണോ? അല്ല, ഞാൻ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേരും എഴുതും. ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ ബോട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിച്ചേരുമെന്നും അവിടെയുള്ളവർ എന്നെ തിരിച്ചറിയുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഈ ഒരു കുട്ടിയുടെ പ്രതീക്ഷകളാണ് ഈ ഒരു പോയത്തിൽ എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒന്നും കൂടെ നമുക്ക് പോം ഒന്ന് വായിക്കാം. ഡേ ബൈ ഡേ ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട്സ് വൺ ബൈ വൺ ഡൗൺ ദ റണ്ണിംഗ് സ്ട്രീം. In big black letters, I write my name on them and the name of the village where I live. I hope that someone in some strange land will find them and know who I am. I load my little boats with cherry flower from our garden and hope that these blooms of the dawn will be carried safely to land in the night. I launch my paper boats and look up into the sky and see the little clouds setting the white bulging sails. I know not what playmate of mine in the sky sends them down the air to race with my boats. When night comes, I bury my face in my arms and dream that my paper boats float on and on under the midnight stars. The fairies of sleep are sailing in them and the lading is their basket full of dreams. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പേപ്പർ ബോട്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു യൂണിറ്റ്
അവസാനിക്കുകയാണ്. ഈ ഒരു പാഠവും ഇതിലെ ആക്ടിവിറ്റീസും ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. പുതിയൊരു പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.